എല്ലാവർക്കും ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ബീഫ് റോസ്റ്റാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, ഏലക്ക, കുരുമുളക് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇത് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 4 സവാള, ചെറിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സവാള അരിഞ്ഞത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി ചേർത്ത് വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം ഒരു 10-15 ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അതൊന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്യാനെടുത്ത പേസ്റ്റ് ബാക്കി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കറിവേപ്പില, പച്ചമുളക്, കുറച്ചും മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് വേണമെങ്കിൽ കുരുമുളക് പൊടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിലേക്ക് ബീഫ് മാറ്റി അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് ഈ വഴറ്റി വച്ചിരിക്കുന്നതിലിട്ട് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഞാനിതിൽ മീറ്റ് മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ മൂടിയെടുത്ത് നോക്കുമ്പോൾ ഒരു ഗ്രേവിയോട് കൂടി ഒരു കറിയുടെ ഒരു പരുവത്തിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. ആ സമയത്ത് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ചിലരത് വറുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പച്ചയ്ക്കാണ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത്. കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പോഴും ഓഫ് ചെയ്യാം. അതെല്ലാം റോസ്റ്റായിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. ഇതേപോലെ തന്നെ കുറേ നേരം കൂടി നമ്മളിത് വരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല കറുത്ത കളറിലുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു പരുവത്തിലാണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.